എനി റെമഡീസ് ഫോർ ഹെയർ ഫോൾ. ചേച്ചിക്ക് ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ടോ? ആൻഡ് എനി റെമഡീസ് ഫോർ യുവർ ഫോർ ഹെയർ ഫോൾ. ഡു യു ഹാവ് എനി ബേബി പ്ലാനിങ്സ്? എനിക്കറിയില്ല, ഇത് എന്നെ അറിയാവുന്ന ആരുടെയോ ഒരു ഫേക്ക് അക്കൗണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നണില്ല എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണെന്നത്. സത്യമായിട്ട് എനിക്ക് ഇത് ഇത്രയൊക്കെ ചെയ്യാനുള്ള കഴിവ് എനിക്കുള്ളൂ. ഞാൻ തന്നെ എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഇഷ്ടം പോലെ വട്ടം ഇരുന്ന് കാണും. ഭയങ്കര ആനക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പറ്റും, നമുക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്, നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പെർഫെക്റ്റ് സെറ്റപ്പിലൊന്നും അല്ല ഞാനിരുന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഇന്നാണ് എനിക്കതിനുള്ള മുഹൂർത്തം ഒത്തുകിട്ടിയത്. സോ ഇനി ഞാൻ വിചാരിച്ചു, ഇനി ഞാനിത് നേരം വൈകിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന്. സോ ദിസ് ഈസ് എ Q&A വീഡിയോ. നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ദിസ് ഈസ് എ Q&A വീഡിയോ. ഈ വീഡിയോ ആക്ച്വലി ഒരു 3-4 മാസം മുന്നേ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. സോ ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടത് ഒരു 3-4 മാസത്തിന് മുന്നാണ്. പക്ഷേ ആ സമയത്ത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഐ മീൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആഡപ്പ് ചെയ്ത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ടാമതൊരു Q&A കൂടി ഇട്ടു, ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെയും കൂടെ എല്ലാം കൂടെ ആയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ചോദിച്ചിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ആ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സാവകാശം, അഥവാ ഞാനത് വിട്ടുപോയി സത്യത്തിൽ. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം എന്നുള്ളത്. ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കും, പിന്നെ ഞാൻ അതിനെപ്പറ്റി അങ്ങോട്ട് മറന്നു പോകും. അതെന്താണെന്ന് എനിക്കും അറിയില്ല. സോ ഇനി ഞാനത് മറക്കുന്നതിന് മുന്നേ നമുക്ക് ആ വീഡിയോ എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. സോ അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻ ടു ദി ക്വസ്റ്റ്യൻസ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ആക്ച്വലി ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കട്ടെ. കാണാനില്ല. അന്ന് എനിക്ക് കുറേ അധികം മെസ്സേജസും ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അന്ന് എനിക്ക് വന്നതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു ഇതിലും. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഒരു ഇൻട്രോ പറയാമോ? മറ്റേ എവിടെ നിന്നാണ്, നിങ്ങൾ ആരാ എന്നുള്ള ചോദ്യങ്ങൾ പോലത്തെ ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താണ്, എവിടെ നിന്നാണ്, എന്താണ്, ആരാണ് നിങ്ങൾ ആരാണ് മിസ്റ്റർ എന്നുള്ള ചോദ്യം. സോ ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ നാട്ടിൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഇവിടെ ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് ഷിക്കാഗോയിലാണ്. അപ്പോൾ ഷിക്കാഗോയിൽ ഞാൻ ഇവിടെ എന്താ പറയുക, മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കൊല്ലമായിട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണ്? ഹസ്ബൻഡിൻ്റെ വീടും തൃശ്ശൂർ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർക്കാരാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ US ഷിക്കാഗോയിലാണ് നമ്മൾ താമസിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഡു യു ഡു? നീ എന്താ അവിടെ ചെയ്യണം, നീ എന്താ പഠിക്കണം, നിനക്കെന്താ ജോലിയാണോ പഠിപ്പാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. സോ ഞാൻ ഇവിടെ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ പഠിപ്പ് ആക്ച്വലി കഴിഞ്ഞു. ഞാൻ എൻ്റെ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, ഒരു 2 വീക്സ് ബിഫോർ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടേക്ക് ആക്ച്വലി പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നാട്ടിൽ ഞാൻ MBA ആണ് പഠിച്ചത്. MBA കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ വന്നിട്ട് അക്കൗണ്ടിങ് ആണ് പഠിച്ചത്. അപ്പോൾ മാസ്റ്റർ സയൻസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് MSA എന്നുള്ളൊരു കോഴ്സാണ് ഞാനിവിടെ എടുത്തത്. ആൻഡ് അതൊരു 2 ഇയർ കോഴ്സായിരുന്നു. ആ 2 ഇയേഴ്സ് ഇപ്പോൾ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയി. ഇതിനെപ്പറ്റി ആക്ച്വലി എനിക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വിസ കിട്ടിയത്, എങ്ങനെയാണ് കോളേജിലേക്ക് അപ്ലൈ ചെയ്തത്, ഏത് കോഴ്സാണ്, അതിൻ്റെ ഫീസ് എത്രയാണ്, അവിടുത്തെ പഠിപ്പ് എങ്ങനെയാണ്, ഒരു എന്താ പറയുക, ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും അതിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഇതിന് വേണ്ടി മാത്രം ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ലേറ്റ് ആക്കാതെ തന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് വീഡിയോ. ഇനി ഈ ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. എൻ്റെ ഇൻബോക്സ് തുറന്നാൽ, എനിക്ക് വരുന്ന Q&Aയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാൽ, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് വരെ അയച്ച് ചോദിക്കുന്നവരുണ്ട്,
എന്താണ് മുടിയിൽ ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ ഹെയർ സീക്രട്ട്? എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ഹെയറിൽ ചെയ്തിരിക്കുന്നത്? ചേച്ചി ഇത്ര ഇത്ര ചേച്ചിക്ക് ഹെയർ ഫോൾ ഉണ്ടോ? ഇത്രയും ലോങ് ആൻഡ് ഹെൽത്തി ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇതിനുള്ള ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. സത്യത്തിൽ എൻ്റെ മുടിക്ക് ഞാനൊരു തേങ്ങയും ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഞാൻ വെറുതെ ഷാമ്പൂ ഇടും, എണ്ണ തേക്കും, ഷാമ്പൂ ഇടും, കണ്ടീഷണർ ഇടും, കഴുകിക്കളയും. അത്രയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളത്. ഞാൻ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ മുടി സ്മൂത്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2021 ഞാനത് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ ട്രീറ്റഡ് ഹെയർ അല്ല. ഓക്കെ, എൻ്റെ സ്ട്രെയിറ്റൻ ചെയ്തതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇതെൻ്റെ സ്ട്രെയിറ്റഡ് എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ അല്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ തല, ഞാൻ ഡെയിലി തല കുളിക്കില്ല. ഓക്കെ, ഞാൻ എപ്പോഴാണോ തല കുളിക്കുന്നത് അപ്പോൾ ഞാൻ എണ്ണ തേക്കും, നല്ലപോലെ എണ്ണ തേക്കും. ചിലപ്പോൾ ഞാൻ കറ്റാർവാഴ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ചെറുപയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് യൂഷ്വലി. അതുപോലെ തന്നെ ഞാൻ കാച്ചിയ എണ്ണയൊന്നും ഞാനിപ്പോൾ തേച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. എനിക്ക് മടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും എനിക്ക് ഭയങ്കര മടിയാണ്. സോ ഞാൻ ഉപയോഗിക്കാറുള്ള പാരഷൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ കടയിൽ പോയി മേടിക്കും, അത് ഞാൻ തലയിൽ തേക്കും. എന്നിട്ട് ഞാൻ കുറച്ച് നേരം തലയിൽ അത് അവിടെ വച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയിട്ട് ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട്, അത് നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഞാൻ എടുക്കും. അതിട്ട് ഞാൻ തല കഴുകും. തല കഴുകിക്കഴിഞ്ഞാൽ ഞാൻ അതൊരു 80% ഉണങ്ങിക്കഴിയുമ്പോൾ ഞാനൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സെറം അല്ലെങ്കിൽ സ്പ്രേ വാട്ടെവർ ഇറ്റ് ഈസ് അത് തേക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യും. ഒരു സ്റ്റൈലിംഗ് ടൂൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യും. എന്നിട്ടൊരു സെറം കൂടി തേച്ചിടും. പിന്നെ എൻ്റെ ഹെയർ അവിടെ കിടന്നോളും. അതിപ്പോൾ ആരുടെ ഹെയർ ആണെങ്കിലും നമ്മളെ സ്റ്റൈൽ ചെയ്യുന്നതിലാണ് കാര്യം. അതാണ് എനിക്ക് മനസ്സിലായ ഒരു പോയിന്റ്. സോ നല്ലൊരു സ്റ്റൈലിംഗ് ടൂൾ നമുക്ക് മുടിക്ക് പറ്റിയ, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കൊരു നല്ല ബോധം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുടി അടിപൊളിയായിട്ട് കിടന്നോളും. ഓക്കെ, ഇത്ര മാത്രമാണ് ഞാൻ എൻ്റെ മുടിക്ക് ചെയ്യുന്നത്. വേറെ ഒരു കാര്യവും എക്സ്ട്രാ ഞാൻ വേറെ എൻ്റെ മുടിക്ക് ചെയ്യുന്നില്ല. കുറേ പേര് പറയുന്നത് ചേച്ചി ഇതല്ലല്ലോ, ചേച്ചി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം എന്നൊക്കെ. സത്യമായിട്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനുള്ള കഴിവേ എനിക്കുള്ളൂ. ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എൻ്റെ മുടിക്ക്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഐ ആൻസർഡ് ദാറ്റ് ക്വസ്റ്റ്യൻ വെരി വെരി ക്ലിയർലി. ഇനി ഇതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി, ഏതാണ് ഹെയർ കട്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് മുന്നേ തൊട്ടേ ചെറുപ്പത്തിൽ തൊട്ടേ എനിക്ക് ചെറിയ ഷോർട്ട് ഹെയർ ആണ് ഉണ്ടായിരുന്നത്. ഒരു തോളിറങ്ങി ഇത്രയൊക്കെ ഹെയറേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇടയായിട്ടാണ് ഞാൻ മുടി ഒന്ന് വളർത്തി തുടങ്ങിയത്. അപ്പോൾ എനിക്കിങ്ങനെ ലെയറൊക്കെ വെട്ടിയിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ഞാൻ ചെയ്യാറുള്ളത് സ്റ്റെപ്പ് കട്ടാണ്. ഈ അടുത്താണ് ഞാൻ അതൊന്ന് മാറ്റി പിടിച്ച് ഫെദറോ ലെയറോ അങ്ങനെ എന്തോ ഒരു കട്ട്, ആ പുള്ളിക്കാരത്തി പറഞ്ഞു അത് അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞു ചെയ്തോ ചേച്ചി. ആ ചേച്ചി എനിക്ക് അങ്ങനെ വെട്ടിത്തന്നു. ആൻഡ് അതാണ് ഈ കട്ട്. ഇപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് കുറച്ച് നാളെ കണ്ടു, ഇത് സെയിം ലെങ്ത് ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇപ്പം ഈ അടുത്ത് എനിക്കൊന്ന് പോയി കട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഫെദറോ ലെയറോ അങ്ങനെ ഏതോ ആണ്. ഞാൻ സ്റ്റെപ്പ് കട്ടും ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ഹെയർ കട്ട്. ഓക്കെ, ഇനി എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ഹൗ ഡു യു ഷൂട്ട് യുവർ വീഡിയോസ് എന്നുള്ളതാണ്. ഞാൻ യൂഷ്വലി ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഐഫോൺ വെച്ചിട്ടാണ്. ഇത് iPhone 15 Pro ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. ഈ അടുത്താണ് ഞാൻ ക്യാമറ മേടിച്ചത്. ഇപ്പോൾ ഉള്ള എൻ്റെ എല്ലാ കോണ്ടൻസും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ക്യാമറയിലാണ്. കാരണം അതിന് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് DJI Osmo Pocket 3യിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. മുന്നേ ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഈ ഐഫോണിലാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് VN, അതുപോലെ തന്നെ CapCut, അതുപോലെ തന്നെ എഡിറ്റ്സ്, അതുപോലെ InShot. ഈ 4 ആപ്പും ഞാൻ ഉപയോഗിക്കാറുണ്ട്. InShot ആയിരുന്നു എൻ്റെ പ്രൈമറി ഒരു സാധനം. പിന്നെ ഞാൻ അത് VNലേക്ക് മാറി. VN എനിക്ക് ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു ആപ്പാണ്. ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ, എൻ്റെ യൂട്യൂബ് വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ VN വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായാലും എല്ലാം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് VN ആണ്. VNലാണ് എൻ്റെ കൂടുതൽ വീഡിയോസും ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ വീഡിയോസ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ CapCutലാണ് ഞാൻ ചെയ്യുന്നത്. CapCutൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കുറച്ചുണ്ട്. പക്ഷെ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്, ഞാൻ യൂട്യൂബിൽ പോയിട്ട് എനിക്കിഷ്ടപ്പെടുന്ന ഒരു ട്രാൻസിഷൻ എന്താ പറയുക ട്യൂട്ടോറിയൽസ് സെർച്ച് ചെയ്യും. CapCut വഴി നമ്മൾ എങ്ങനെ ട്യൂട്ടോറിയൽസ് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയൽ സെർച്ച് ചെയ്തിട്ട് അവർ ചെയ്യുന്ന അതേ സാധനം ഞാൻ ഇവിടെ വന്ന് അതുപോലെ തന്നെ ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രാൻസിഷൻ വീഡിയോസ് സാധനങ്ങളൊക്കെ ചെയ്യാറുള്ളത്. സോ യൂട്യൂബിൽ നിന്നാണ് ഞാൻ ആക്ച്വലി എൻ്റെ ട്രാൻസിഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യാറുള്ളത്. പിന്നെ ഈ VNലായാലും എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ
ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്യാറാണ് പതിവ്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മലയാളം ഫോണ്ട് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ VNലേക്കാണ് മലയാളം ഫോണ്ട് ആഡ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കാരണം അത് എത്രത്തോളം പറയാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് എന്താ പറയുക, വിഷ്വലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ പോയിട്ട് എങ്ങനെയാണ് മലയാളം ഫോണ്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ട്യൂട്ടോറിയൽസ് കാണാൻ പറ്റും. നമ്മൾ എങ്ങനെ ആ ഫോണ്ട് സെലക്ട് ചെയ്യണം, അത് ചുമ്മാ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഈ എഡിറ്റിംഗ് ആപ്പിലേക്ക് കയറ്റേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നല്ല കിഡിലനായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട്, ഞാൻ പറയുന്നേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നുക, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഞാൻ എഡിറ്റിംഗ് പരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആംഗിൾ ഇപ്പോൾ ഫോൺ അല്ലെങ്കിൽ ക്യാമറ ആയാലും ഞാൻ വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ആംഗിളിൽ ഞാനത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം കൂടുതലായിട്ടും നമുക്ക് അതിൻ്റെ പണികൾ കുറച്ച് കുറയ്ക്കാനായിട്ട്, എഡിറ്റിംഗ് പണികൾ കുറച്ച് കുറയും നമ്മൾ കറക്റ്റ് ആംഗിളും കറക്റ്റ് ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ക്യാമറ സെറ്റിങ്സ് കുറച്ച് അടിപൊളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിൽ കുറച്ച് പണി കുറയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രിമ്മും ചെയ്ത് അങ്ങനത്തെ ഒരു ഇത് ചെയ്താൽ മതി. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ആദ്യം തൊട്ട്. ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ട് ഞാനിങ്ങനെ അടച്ചു കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ തോന്നുന്നു ഇത് കൊള്ളില്ല, ഇത് നാളെ ആളെ കാണിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു ചിന്താഗതി ഞാൻ ആദ്യമേ ഉള്ള ഒരാളായിരുന്നു. പിന്നീട് ഞാൻ ആ ചിന്താഗതി അങ്ങോട്ട് മാറ്റി. ആ ചിന്താഗതി മാറിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രമായിരിക്കും തോന്നുന്നത് ഇത് പൊട്ടയാണെന്ന്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ കാണുമ്പോൾ അവർ വിചാരിക്കും ഇത് എന്തൊരു അടിപൊളിയാണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമുക്കത് തോന്നും ഇത് എന്ത് പൊട്ടയാണ്, എന്ത് ഇതാണെന്ന് നമുക്കൊരു ഓക്വേർഡ്നെസ് തോന്നും. പക്ഷെ സത്യത്തിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്കിഷ്ടപ്പെടാത്ത പല വീഡിയോസും ആണ് എൻ്റെ പ്രൊഫൈലിൽ എനിക്ക് മില്യൺസ് കിട്ടിയ വീഡിയോസ് എന്ന് പറയുന്നത്. സോ അത് സത്യത്തിൽ ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അഖിലിൻ്റെ നിർബന്ധത്തോട് മാത്രം ഇട്ട വീഡിയോസ് വരെ മില്യൺസ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അയ്യോ ഇതൊക്കെ നമ്മളങ്ങനെ ആ ഒരു ചമ്മലോ എന്താ അതിനെ പറയാമെന്ന് എനിക്കറിയില്ല, ആ ഒരു സാധനം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല പോലെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനും അത് പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുക. പിന്നെ എൻ്റെ അടുത്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെ ഇത്ര ഫോളോവേഴ്സിനെ കിട്ടി, എങ്ങനെ ഇത്ര വീഡിയോസിന് ഇങ്ങനെ വ്യൂസ് കിട്ടുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങിയത്. ഞാൻ ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ചെയ്യാറുള്ളത് ഡെയിലി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഡെയിലി നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു 2-10 ഫോളോവേഴ്സ് വെച്ച് നമുക്ക് ഓരോ വീഡിയോയ്ക്കും കിട്ടാനായിട്ട് തുടങ്ങും. ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ നമ്മൾ വീഡിയോസ് ഇടണം. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇൻസ്റ്റഗ്രാമിൻ്റെ അതേ ട്രെൻഡ് അല്ല യൂട്യൂബിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ട് അധികം ഇതാവാത്തൊരു വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോൾ അത് നല്ല ഹൈപ്പ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയില്ല അത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വീഡിയോസ് അങ്ങനെയാണ്. പിന്നെ വ്യൂസിൻ്റെ കാര്യം, വ്യൂസ് ആക്ച്വലി എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോഴും എഡിറ്റ്സ് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻസ്റ്റഗ്രാം അൽഗോരിതം നമ്മളെ പുഷ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി ഇപ്പം ഞാൻ VNൽ എഡിറ്റ് ചെയ്ത ഒരു സാധനമാണെങ്കിൽ ഞാനത് VNൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ നേരെ എഡിറ്റ്സിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ്സിൽ നിന്ന് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എഡിറ്റ്സ് വെച്ച് പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു റീച്ച് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീഡിയോസിന് എങ്ങനെയാണ് വ്യൂസ് കിട്ടുന്നതെന്നും അതുപോലെ തന്നെ എനിക്ക് എങ്ങനെയാണ് ഓരോ വീഡിയോസിൽ നിന്നും എനിക്ക് അത്യാവശ്യം കുറച്ച് ഗുഡ് നമ്പർ ഓഫ് ആൾക്കാർ തന്നെ ഫോളോയിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ, അത്രേ എനിക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് തിങ്, എന്തുകൊണ്ടാണ് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാത്തത്, ജാടയാണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാൻ എനിക്ക് മടിയാണ്. സത്യമായിട്ട് എനിക്ക് ഉള്ള കാര്യമാണ്. എനിക്ക് മടിയാണ് അയക്കാൻ. എനിക്ക് ഭൂരിഭാഗം വരുന്നതും ഫേക്ക് പ്രൊഫൈൽസിൽ നിന്നുള്ള മെസ്സേജസ് ആണ്. അതിന് നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ എന്താ പറയുക, നിങ്ങൾ മെസ്സേജ് കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ഫേക്ക് പ്രൊഫൈലാണെങ്കിൽ ഞാൻ 100%, 110% ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരില്ല. ഓക്കെ, എൻ്റെ ലോജിക്കുമായിട്ട് മാച്ച് ആവാത്തൊരു കാര്യമാണ്. നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലില്ല, അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. നിങ്ങൾ എന്തിനാണ് മറ്റുള്ള 0 ഫോളോയിങ് ആൾക്കാർ ഇന്ന് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്തോ ഒരു ദുരുദ്ദേശമല്ലേ? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരൂ.
അതല്ലേ അതിൻ്റെ ഒരു എൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ്. ഞാൻ ഫോളോവേഴ്സ് ഇല്ലാത്തവർക്ക് ഞാൻ റിപ്ലൈ എന്നല്ല, ഞാൻ ഒരു മണ്ണാങ്കട്ടയും കൊടുക്കില്ല. പിന്നെ ജെനുവിൻ പ്രൊഫൈൽസിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജസിന് ഞാൻ സത്യം പറഞ്ഞ ഈ മെസ്സേജസിൻ്റെ ഭാഗത്തേക്കേ പോകാറില്ല. പിന്നെ ഇത് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് കാണിക്കുമല്ലോ, ജനറൽ, പ്രൈമറി, ജനറൽ, പിന്നെ എന്തോ ഒരു സാധനം. അപ്പോൾ ഞാൻ യൂഷ്വലി ആ പ്രൈമറിയിലുള്ളത് മാത്രമാണ് നോക്കാറ്. അപ്പുറത്തേക്ക് ഞാൻ പോയി നോക്കാറ് തന്നെ ഭയങ്കര കുറവാണ് ഞാനത് നോക്കുന്നത്. പിന്നെ നമുക്കിങ്ങനെ കുറേ മെസ്സേജസ് വന്ന് കിടക്കുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നമുക്ക് അവരുടെ മെസ്സേജ് കുറച്ചൊക്കെ ഞാൻ ഇപ്പോഴാണ് കുറച്ചെങ്കിലും കൊടുത്തു തുടങ്ങിയത്. കുറച്ചെങ്കിലും എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ആക്ച്വലി ജെനുവിൻ പ്രൊഫൈൽസിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാത്തതും ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റെ മെയിൻ പ്രധാന കാര്യം എനിക്ക് മടിയാണ്. എനിക്കൊരു മെസ്സേജ് നോക്കി അതിൻ്റെ ചിലപ്പോൾ അവർ ലിങ്ക് അയക്കും ചോദിച്ചാൽ എനിക്ക് ആ ലിങ്കൊക്കെ എടുത്ത് കൊടുത്ത് എനിക്ക് മടിയാണത്. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ്. ഞാൻ ഇപ്പോഴാണ് കുറച്ചെങ്കിലും മെസ്സേജസൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. സോ ഞാനിപ്പോൾ എന്താ പറയുക, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അനുസരിച്ച് ജെനുവിൻ ആയിട്ടുള്ള മെസ്സേജസിന് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും എന്നാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതിന് ഞാൻ ചെറിയ തോതിൽ ഞാനത് പരിശ്രമിച്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയം നിങ്ങൾ തരേണ്ടതാണ്. നിങ്ങൾ കുറച്ചുകൂടെ സമയം എനിക്ക് അനുവദിച്ച് തരണം. ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. ലിവിങ് ഇൻ US എങ്ങനെയാണ് എന്നുള്ളത്, ഹൗ ഇസ് USA, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നറിയാനായിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഫ്രീക്വൻ്റ്ലി കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് മെസ്സേജസ് ആണ്. ആക്ച്വലി ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് കൂടുതലായിട്ടും എനിക്ക് മെസ്സേജസിലാണ് വരുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, സേഫ് ആണോ എന്നുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് അത്യാവശ്യം ഉണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കൺസേൺ പറയുകയാണെങ്കിൽ സേഫ്റ്റി കൺസേൺസും കുറച്ചൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോളേജിൽ പോവുകയാണെങ്കിലും നമ്മൾ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ടു ബി എന്താ പറയുക, അതിപ്പോൾ നമ്മൾ എവിടെ താമസിക്കുകയാണെങ്കിലും അങ്ങനത്തെ കുറച്ച് സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നൈസ് ടു ബി ഹിയർ. നല്ല വെതറാണ്. വെതറാണെന്ന് ഞാൻ പറയില്ല, നല്ല എയർ ക്വാളിറ്റി ഉണ്ട്, നല്ല നല്ല സർവീസസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്, ഡെഫിനറ്റ്ലി കൂടുതലാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു സേഫ്റ്റി കൺസേൺ ഡെഫിനറ്റ്ലി ഉണ്ട്. സേഫ്റ്റി കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൺ ഇപ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോൾ വരെ ഞാൻ ഇവിടെ എന്താ പറയുക, ഡ്രഗ്സിൻ്റെയും അതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചധികം ഉള്ളതുകൊണ്ട് നമ്മൾ നാട്ടിലില്ല എന്നല്ല, പക്ഷെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചധികം ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു കോഷ്യസ് ആയിട്ട് വേണം നമ്മൾ പോവാൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്ക് ഞാൻ എന്താ പറയുക, എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിലായിരിക്കും കുറച്ചും കൂടെ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ജോലി, സ്റ്റഡി അതൊക്കെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇതിനുള്ളൊരു പെർഫെക്റ്റ് ആൻസർ ഞാൻ ആ ഒരു വീഡിയോയിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനെയറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനെയറിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനെയർ ഞാൻ ആക്ച്വലി എൻ്റെ ഫോണിലാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നിന്ന് തുടങ്ങാം. കുറേ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഇതിലുണ്ട് കേട്ടോ. സോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫാമിലിയെ പറ്റി കൂടുതൽ പറയാത്തത് എന്നുള്ളതിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഞാനാണ് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഞാനാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ. അവർക്ക് ആക്ച്വലി അതിനോടൊരു ഇഷ്ടമോ അല്ലെങ്കിൽ അവർക്കൊരു പബ്ലിക് ഫിഗർ ആവാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതിലൊരു പോയിന്റ് ഇല്ലല്ലോ. ഞാൻ അവരുടെ എന്താ പറയുക പേഴ്സണൽ ലൈഫ് കൊണ്ട് ഇവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫാമിലി അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാത്തതും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് ഇഷ്ടമാണ്, പക്ഷെ അവർക്കത് ഇഷ്ടമല്ല. സോ ദാറ്റ് ഞാൻ അവരുടെയും കൂടി ഒരു ഇത് നോക്കണ്ടേ നമ്മൾ അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് എന്തെങ്കിലും താല്പര്യം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അന്ന് അവരെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെയും കൂടി കാര്യങ്ങൾ എൻ്റെ ഈ വ്ളോഗിലൊക്കെ വന്നിരുന്ന് പറയാം. പക്ഷേ ഇപ്പോൾ അവർക്ക് ആക്ച്വലി അതിനോട് താല്പര്യമോ ഇതൊന്നുമില്ല. സോ ദാറ്റ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയാത്തത്. നാട്ടിൽ എവിടെയാണ് പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് ഓൾറെഡി പറഞ്ഞു. ഞാൻ നാട്ടിൽ ആലുവയിലാണ് പഠിച്ചത്. ആലുവ UC കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ നാട്ടിൽ MBA കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ അവിടെ MBA ഇൻ ഫൈനാൻസ് ആൻഡ് HR പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ ആ ഫൈനാൻസിൽ തന്നെ അക്കൗണ്ടിങ്ങിൽ ഒരു മാസ്റ്റേഴ്സും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്
അക്കൗണ്ടിങ്ങിൽ മാസ്റ്റേഴ്സ് എടുത്തു. ലൈക്ക് മാസ്റ്റർ സയൻസ് ഇൻ അക്കൗണ്ടിങ് ആണ് ഞാനിവിടെ പഠിക്കുന്ന കോഴ്സ്. സോ നാട്ടിൽ ഞാൻ BBA കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ MBA പഠിച്ചു. MBA കഴിഞ്ഞ് ഞാൻ എന്താ ഇപ്പോൾ അക്കൗണ്ടിങ് പഠിച്ചു. ഓക്കെ, ഇനി ജോലിയുടെ കാര്യമൊക്കെ നമുക്ക് പതുക്കെ നോക്കാനുണ്ട്. ഇപ്പം ഞാൻ എന്താ ഗ്രാജുവേറ്റ് ആയിട്ടേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ളത് ജോബ് ഫൈൻഡിങ്ങും അങ്ങനത്തെ കുറേ ടാസ്കുകൾ ഇതിന് പിന്നിൽ കിടക്കുന്നുണ്ട്. പിന്നെ കുറേ വിസ റിക്വയർമെൻറ്റ്സും കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി കിടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ളോഗ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഐ തിങ്ക് ഞാൻ അത് ഓൾറെഡി ആൻസർ ചെയ്തു. ഡെയിലി വ്ളോഗ്സ് ആയാലും ഏത് വ്ളോഗ്സ് ആയാലും ഞാൻ ക്യാമറ വെച്ച് കറക്റ്റ് ആംഗിൾ വെച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഞാൻ യൂഷ്വലി ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ വീഡിയോസ് എടുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. ആൻഡ് ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കുറേ എഡിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് യൂട്യൂബിൽ, അതിൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അതിൻ്റെ ട്യൂട്ടോറിയൽസ് കണ്ട് എഡിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെൻസ് വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര ആനക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റീൽസ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. നമുക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പക്ഷേ കുറച്ച് എഫേർട്ട് ആൻഡ് കൺസിസ്റ്റൻസി അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എഫേർട്ട് എടുക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരിത്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പിന്നെയുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഡെയിലി വീഡിയോസ് ഇടാമോ എന്നൊക്കെ. എൻ്റെ ഡെയിലി വ്ളോഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ വളരെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേഴ്സണൽ എൻ്റെ കോണ്ടൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ ഡെയിലി വ്ളോഗ്സ് കാണാനാണ്. ഞാൻ തന്നെ എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഇഷ്ടംപോലെ വട്ടമിരുന്ന് കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഡെയിലി വ്ളോഗ്സ്. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഇനിയും ഇടും. ഓക്കെ, ഡു യു ഹാവ് എനി ബേബി പ്ലാനിങ്സ്? എനിക്കറിയില്ല, ഇത് എന്നെ അറിയാവുന്ന ആരുടെയോ ഒരു ഫേക്ക് അക്കൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയില്ല ഹൗ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻസ്. എൻ്റെ പൊന്നു ചേച്ചി, അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്യും. ഓക്കെ, ആ സമയമാകുമ്പോൾ ഞാൻ ചേച്ചിക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയക്കാം. എൻ്റെ കയ്യിൽ ആ ID കിടപ്പുണ്ട്. ഐ ഹാവ് ദ സ്ക്രീൻഷോട്ട് ഓഫ് ആ പുള്ളിക്കാരത്തിൻ്റെ ഇത്. ഞാൻ ചേച്ചിക്കൊരു മെസ്സേജ്, എനിക്ക് കൊച്ചുണ്ടാകുമ്പോൾ ഞാൻ ആദ്യം ചേച്ചിക്ക് മെസ്സേജ് അയക്കും. പോരെ, എനിക്കിപ്പോൾ ഇതിനുള്ള ഒരു ഉത്തരമില്ല എൻ്റെ കയ്യിൽ, സത്യം പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ഓണസ്റ്റ്, ജിം ആൻഡ് ബോഡി ബിൽഡിംഗ് ഓർ പൊറോട്ട ബീഫ് പ്ലസ് സ്ലീപ്പ്? ഡെഫിനറ്റ്ലി പൊറോട്ട ബീഫ് പ്ലസ് സ്ലീപ്പ്. കാരണം എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ പണിയെടുക്കുന്ന കൂട്ടത്തിലുള്ളതല്ല എന്നുള്ളത്. എനിക്കങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻ്റായി ജിമ്മിൽ പോകാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മധുരമാണ്. മധുരം, അതുപോലെ തന്നെ ബേക്കറി പലഹാരമാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. അതൊക്കെ കളഞ്ഞുകൊണ്ട് ഞാൻ ജിമ്മിൽ പോയി പണിയെടുത്ത് അധ്വാനിച്ച് എനിക്ക് തോന്നണില്ല എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമാണെന്നത്. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഡെഫിനറ്റ്ലി വീട്ടിലിരുന്ന് മറ്റേ TV ഒക്കെ കണ്ട് ഇത്തിരി കായ വറുത്തതും ചക്ക വറുത്തതൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഡെഫിനറ്റ്ലി പൊറോട്ട ബീഫ് ആൻഡ് സ്ലീപ്പിൻ്റെ ഒരാളാണ് ഞാൻ. ആൻഡ് പിന്നെ ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ എന്താണ് എന്നുള്ളതാണ്. സോ എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ ഡെഫിനറ്റ്ലി ഈ പോണിറ്റെയിലാണ്. ഞാൻ എവിടെ നിങ്ങളെന്നെ കണ്ടാലും മിക്കപ്പോഴും ഞാൻ ഈ പോണിറ്റെയിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ചുമ്മാ എന്തെങ്കിലും ഒരു ക്ലിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലായിരിക്കും. ഈ 2 ഹെയർ സ്റ്റൈൽ എനിക്ക് യോജിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഇത് കുറച്ചുകൂടി കംഫർട്ടബിളുമാണ് എനിക്ക്. സോ അതാണ് എൻ്റെ ഇത്. ആൻഡ് നാച്ചുറൽ റെമഡീസ് ഫോർ യുവർ ഹെയർ ദാറ്റ് യു യൂസ്? ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കറ്റാർവാഴ ഉപയോഗിക്കും. കറ്റാർവാഴ, വെളിച്ചെണ്ണ ഇൻസെൻസ്, ലൈക്ക് തല തേക്കുന്ന എണ്ണ. എനി റെമഡീസ് ഫോർ ഹെയർ ഫോൾ? ചേച്ചിക്ക് ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ടോ? ആൻഡ് എനി റെമഡീസ് ഫോർ യുവർ ഹെയർ ഫോൾ? ഞാൻ ആക്ച്വലി ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറേ ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ അതിന് ബോദർ ചെയ്യാറില്ല. കാരണം ഹെയർ ഫോൾ ഉണ്ടായാൽ അതുപോലെ തന്നെ തിരിച്ച് മുടി വരുത്താനാണ് എൻ്റെ ഒരു ഇത്. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ആ പോയ സ്ഥലത്ത് പുതിയ മുടി വന്നാൽ മതിയല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആക്ച്വലി ഞാൻ ഹെയർ ഫോളിന് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉള്ള പോലെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഇത്തിരി ചെറുപയർ, അതുപോലെ തന്നെ ഇത്തിരി ഉലുവ, ഇത് രണ്ടും തലേന്നേ വെള്ളത്തിലിട്ട് വയ്ക്കും. പിറ്റേ ദിവസം ഇത് രണ്ടും മിക്സിയിലിട്ട് നല്ലൊരു ഗ്രൈൻഡ് പേസ്റ്റ് ആക്കി എടുക്കും. എന്നിട്ട് ഞാനിത് ഒരു ഹെയർ മാസ്ക് ഒക്കെ പോലെ തലയിൽ ഇങ്ങനെ ലൈനാക്കി വെച്ചിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വയ്ക്കും. എന്നിട്ട് ഞാനത് കഴുകിക്കളയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ കഴുകിക്കളയുമ്പോൾ ഒന്നാമത് നമുക്ക് നല്ല ഒരു മുടി നന്നായിട്ട് വാഷ് ചെയ്യണം. നല്ല പോലെ നമുക്ക് എന്താ പറയുക, കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇത് നല്ല തണവ് തരും തലയിലേക്ക്, നല്ലൊരു തണുപ്പ്, ഒരു
തണുത്ത എഫക്റ്റ് വരും. സോ നിങ്ങൾക്ക് നീർക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് രാത്രി ചെയ്യാൻ നോക്കരുത്. കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് തണുപ്പടിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് ബാത്റൂമിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം കോഷ്യസ് ആവുക. കാരണം ഇതിന് നല്ലൊരു വഴുക്കലുണ്ടാവും. അപ്പോൾ ഇത് യൂഷ്വലി ടൈലിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി വഴുക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ബാത്ത് ടബ് ആയതുകൊണ്ട് ടബിലായാലും എനിക്ക് നല്ലോണം വഴുക്കലുണ്ടാവാറുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. അതാണ് ഞാൻ ചെയ്യാറുള്ള ഒരു ചെറിയൊരു ഹെയർ മാസ്ക് എന്നുള്ളത്. ഇത് ഞാൻ മാസത്തിലൊരിക്കൽ ചെയ്താലായി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് ഞാൻ എന്താ പറയുക നിർബന്ധമായും ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ യൂഷ്വൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റൈൽ ചെയ്തിടും. സോ ഇത് എനിക്ക് കുറച്ചൊരു ഹെയർ ഫോൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഹെയർ ഫോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് അധികം കെയർ എടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചൂട് അധികം തലയിലേക്ക് തട്ടിക്കില്ല. കാരണം ചൂടുവെള്ളത്തിൽ കുളിക്കുക, അതുപോലെ തന്നെ ഭയങ്കരമായ ചൂട് ഹെയറിൻ്റെ ഇതിനാണെങ്കിലും ഈ എന്താ പറയുക തലയിലേക്ക് കൊടുക്കില്ല, മുടിയിലേക്ക് കൊടുക്കും. പക്ഷെ തലയുടെ റൂട്ട് ഭാഗത്ത് ഞാൻ അങ്ങനെ ചൂട് മറ്റേ എന്താ പറയുക കേളിങ് ടൂൾസ് വെച്ചിട്ടായാലും കൊടുക്കാറില്ല. അതൊക്കെ ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എത്ര തണവാണെങ്കിലും ഞാനൊരു ചെറിയ ചൂടിലൊക്കെ തല കുളിക്കാൻ ശ്രമിക്കും. ഞാൻ ചൂടുവെള്ളം അങ്ങനെ തലയിലേക്ക് എന്താ പറയുക തീരെ എന്ന് പറഞ്ഞ പോലെ ഞാൻ കൊടുക്കാറില്ല തലമുടിക്ക്. അതൊക്കെയാണ് ഞാനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക നിഗമനം. അപ്പോൾ ഇഫ് യു ഗൈസ് ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ് ഡു കമൻറ്റ് ബിലോ. അതിനുള്ള റിപ്ലൈ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു Q&A വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു വ്ളോഗ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണാം. ബൈ.